നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആലുവ ദേശീയപാതയിൽ ലോറിയുടെ പിന്നിലിടിച്ച് കാർ പൂർണ്ണമായി കത്തിനശിച്ചു. സിഗ്നൽ കാത്തുകിടന്നിരുന്ന ലോറിക്ക് പിന്നിലാണ് BMW കാർ ഇടിച്ചത്. മഴക്കെടുതിയിൽ താളം തെറ്റിയ ട്രെയിൻ ഗതാഗതം. ശക്തമായ കാറ്റിൽ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്നാണ് ട്രെയിൻ ഗതാഗതം താറുമാറായത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നു. 1147 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. വാർത്തകൾ വിശദമായി. ആലുവ ദേശീയപാതയിൽ ലോറിയുടെ പിന്നിലിടിച്ച് കാർ പൂർണ്ണമായി കത്തിനശിച്ചു. സിഗ്നൽ കാത്തുകിടന്നിരുന്ന ലോറിക്ക് പിന്നിലാണ് BMW കാർ ഇടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെ 1:30യോടുകൂടിയാണ് അപകടമുണ്ടായത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കുന്നതിന് മുമ്പ് തന്നെ കാർ പൂർണ്ണമായി കത്തിനശിച്ചു. ആലുവ ബൈപ്പാസ് ജംഗ്ഷനിൽ മെട്രോ സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. മഴക്കെടുതിയിൽ താളം തെറ്റി ട്രെയിൻ ഗതാഗതം. ശക്തമായ കാറ്റിൽ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്നാണ് ട്രെയിൻ ഗതാഗതം താറുമാറായത്. സംസ്ഥാനത്ത് വിവിധ ട്രെയിനുകൾ വൈകി ഓടുകയാണ്. മൈസൂർ തിരുവനന്തപുരം എക്സ്പ്രസ് 1.25 മണിക്കൂർ വൈകി എറണാകുളം പിന്നിട്ടു. കച്ചേഗുഡ മുരുഡേശ്വർ എക്സ്പ്രസ് 50 മിനിറ്റ് വൈകി കോഴിക്കോട് പിന്നിട്ടു. 06-555 നമ്പർ ബംഗളൂരു തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ 1.5 മണിക്കൂർ വൈകി തിരുപ്പൂർ പിന്നിട്ടു. ഗോരഖ്പൂർ തിരുവനന്തപുരം രപ്തിസാഗർ എക്സ്പ്രസ് 4.5 മണിക്കൂർ വൈകി കട്പാടി പിന്നിട്ടു. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി തിരുവനന്തപുരം പിന്നിട്ടു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നു. 1147 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. 4 ദിവസത്തിനിടെ 717 ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 227 പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 227 പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്താകെ 2710 പേരാണ് ചികിത്സയിലുള്ളത്. 430 കേസുകളാണ് തിങ്കളാഴ്ച മാത്രം റിപ്പോർട്ട് ചെയ്തത്. 4 ദിവസം കൊണ്ട് ആക്റ്റീവ് കേസുകളുടെ എണ്ണം 1147 ഉയർന്നു. 3 മരണം കൂടി ഈ ദിവസങ്ങളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ 511 പേർക്കാണ് രാജ്യത്താകെ രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 227 കേസുകളും കേരളത്തിലാണ്. 72 പേർക്കാണ് 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് രോഗമുക്തിയുണ്ടായത്. പുതിയ ജില്ലാതല കണക്കുകൾ കേരളം പുറത്തുവിട്ടിട്ടില്ല. കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലാണ് കൂടുതൽ കേസുകൾ എന്നാണ് വിവരം. മറ്റു സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണം ഉയരുന്നുണ്ട്. എങ്കിലും കേരളമാണ് കണക്കുകളിൽ മുന്നിലുള്ളത്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 255 പേരാണ് രോഗമുക്തി നേടിയത്. രോഗവ്യാപനം സ്വാഭാവികമാണെന്നാണ് ആരോഗ്യ മന്ത്രാലയവും സംസ്ഥാന ആരോഗ്യ വകുപ്പും ആവർത്തിക്കുന്നത്. ഇടവേളകളിൽ കേസുകൾ ഉയരും. പൂർവേഷ്യൻ രാജ്യങ്ങളിലെ രോഗവ്യാപനവും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേസുകൾ ഉയരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്ന രോഗികൾ കുറവാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വാളൂർ നായർ സമാജം ഹൈസ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് ഏകദിന IT ക്യാമ്പ് നടന്നു. പ്രധാനാധ്യാപകൻ ദീപു N. മംഗലം ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് റിസോഴ്സ് അധ്യാപകരായ പ്രീമ പോൾ, സിന്ധു N, രമ്യ PG, മഞ്ജുഷ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. DSLR ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരണം, വീഡിയോ എഡിറ്റിംഗ്, റീൽസ് നിർമ്മാണം, പ്രോമോ വീഡിയോ നിർമ്മാണം എന്നിവയിലാണ് പ്രായോഗിക പരിശീലനം നൽകിയത്. 25ഓളം കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കോളേജിന്റെ നേതൃത്വത്തിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു. PL ജോമി കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ പരീക്ഷ എഴുതി മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ജില്ലയിൽ +2 പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ അനുമോദിച്ചു. മാള കുന്നത്തുകാട് ചക്കനാലി ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. കലശാഭിഷേകം, നാഗങ്ങൾക്ക് 100 പാലും, കുന്നത്തുകാട് ശിവക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ്, ദീപാരാധന, തായമ്പക, കളമെഴുത്തുപാട്ട്, ഗുരുതി പൂജ എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.
ആലുവ ദേശീയപാതയിൽ ലോറിയുടെ പിന്നിലിടിച്ച് കാർ പൂർണ്ണമായി കത്തിനശിച്ചു. സിഗ്നൽ കാത്തുകിടന്നിരുന്ന ലോറിക്ക് പിന്നിലാണ് BMW കാർ ഇടിച്ചത്. മഴക്കെടുതിയിൽ താളം തെറ്റിയ ട്രെയിൻ ഗതാഗതം. ശക്തമായ കാറ്റിൽ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്നാണ് ട്രെയിൻ ഗതാഗതം താറുമാറായത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നു. 1147 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.